ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് താമരദാസന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗീയ പിതാവ് ഒരുക്കി വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും വീഴ്ചയും ത്രിയേക ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷവും അതിന്റെ ആനന്ദവും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നത് കൊണ്ട് ഇവിടെയുള്ള ദൈവദാസന്മാരോട് പറയുവാനിടയായ അനുഭവ സാക്ഷ്യം പറയണമെന്ന്. എവിടെ ചെന്നാലും എന്റെ യേശു ക്രിസ്തുവിനെ ഉയർത്തണമെന്നാണ് എന്റെ ലക്ഷ്യം. എന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. 17ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. 19ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 21ാമത്തെ വയസ്സ് മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയും പരസ്യയോഗങ്ങൾ നടത്തിയും എല്ലാ തെരുവിലും മുക്കിലും മൂലയിലും നിന്ന് ക്രിസ്തുവിനെ ഉയർത്തി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ അവസരം തന്നു. അന്ന് മുതൽ ഇന്നു വരെ ഏക ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ് എവിടെ യേശുവിനെ അയച്ചിട്ടുള്ളത്. ഞാനൊരു കൊച്ചു പറയുന്നത് പോലെ ഞാൻ യേശുവിന്റെ കയ്യിലൊരു കൊച്ചു കുഞ്ഞാണ്. സ്തോത്രം. അക്ഷരീകമായി ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് 42 വർഷം കഴിഞ്ഞ് 43ാമത്തെ വർഷമായി. പക്ഷെ ഞാൻ യേശുപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നില്ല. യേശുപ്പച്ചന്റെ കരങ്ങളിൽ ഒരു പിച്ചറത്തിന് ചില കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കണ്ടു. സ്തോത്രം. അതുപോലെ യേശുപ്പച്ചന്റെ കയ്യിലുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് സമ്മതിച്ചു കൊടുത്താൽ യേശുവിനെ നമ്മളെ വളർത്താൻ ഇഷ്ടമാണ്, നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. വിശന്നിരിക്കുമ്പോൾ നമ്മുടെ ആർത്തി, വിശപ്പ്, ദാഹം, ക്ഷീണം, വേദന ഒക്കെ മനസ്സിലാക്കി ഒരപ്പനും അമ്മയും തന്നെ കുഞ്ഞിനെ ലാളിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ യേശുവിന് നമ്മളെ പരിപാലിക്കാൻ ഇഷ്ടമാണ്. സ്തോത്രം. എന്നെ യേശുവിനെ ഉയർത്തുമ്പോൾ എനിക്ക് ഈ നാവൊന്നും പോരാ. സ്തോത്രം. എത്ര സ്തുതിച്ചാലും എനിക്ക് മതി വരികയില്ല. സ്തോത്രം. എന്നെ ഇവിടെ നിർത്തിയത് കൊണ്ടല്ല, എന്നെ 28 വർഷങ്ങൾക്ക് മുൻപ് ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ എത്രമാത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 17ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. എന്റെ അപ്പനും വലിയമ്മയും വലിയപ്പച്ചനും അമ്മയെല്ലാം കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് എന്നെ മുക്കിയതല്ല. സ്തോത്രം. അവരെന്നെ നിർബന്ധിച്ച് സുവിശേഷത്തിലേക്ക് ഇറക്കിയതല്ല. അയ്യോ യഹോവേ, നീ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോയി. ആഴം നോർത്തില്ല, ആഴം ഞാൻ അറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി പ്രിയന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സമുദ്രത്തിൽ ഇത്രമാത്രം ആഴമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. പക്ഷേ ഇറങ്ങി കഴിയുന്നപ്പോൾ എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്നുവോ അത്രമാത്രം ശ്രേഷ്ഠമേറിയ മുത്തുകളാണ് ഈ ആഴത്തിൽ നിന്ന് പറഞ്ഞിടുവാൻ സാധിക്കുന്നത്. ഒരു മുക്കുവനെ വിളിച്ച് ഒരു സ്തോത്രം അതേ മുങ്ങുന്ന അതേ സ്തോത്രം ഒരു മുങ്ങൽ വിദഗ്ധനെ വിളിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും, എത്രമാത്രം ആഴത്തിലേക്ക് ചെല്ലുന്നുവോ അത്രമാത്രം ശ്രേഷ്ഠമേറിയ മുത്തുകളും അതിന്റെ മഹാത്മ്യങ്ങളും സമുദ്രത്തിന്റെ ആഴത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ സ്തോത്രം. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ കലവറയിൽ വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഇച്ചിരിയൊക്കെ കണ്ടപ്പോ ഇത്രയും സന്തോഷമാണെങ്കിൽ ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. സ്തോത്രം. സാക്ഷി എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും സ്തോത്രം, എന്റെ ആരംഭ അനുഭവങ്ങൾ ഞാൻ പറയുന്നു. അതിനു മുമ്പ് എന്റെ യേശുപ്പച്ചൻ പറഞ്ഞ ചില വചനങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം സാക്ഷ്യം പറയാം. ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ചിന്ത യേശു ക്രിസ്തുവിനായിരിക്കണം, പരിശുദ്ധാത്മാവിനായിരിക്കണം, വചനത്തിലായിരിക്കണം. ഇത് മൂന്നുമില്ലാത്തതിനെ യേശുവിന്റെ നാമത്തിൽ ഖണ്ഡിക്കണം. ഹല്ലേലൂയ. സന്തോഷം.
തീരുക. സ്വന്തം വചനകത്ത് വരണം, നമ്മൾ വചനം ആയിത്തീരണം. കാരണം വചനമായി തീരണം. അത് വേദപുസ്തകം പഠിച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. സ്തോത്രം. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. അപ്പൊ ദൈവമായി ഇരുന്ന വചനം ഈ സാധുക്കളായ നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മൾ ക്രിസ്തുക്കളായി മാറും, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറും. സ്വന്തം വചനം അകത്ത് വരിക. 3:15 16 വാക്യം. പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. കായ്ച്ച പോലെ പിന്നെ എന്തോ ചെയ്യണം? സ്വന്തം. ഇന്ന് ഒത്തിരി ഫലം കായ്ക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് കായ്ക്കും, 100 രൂപയ്ക്ക് കായ്ക്കും, 500 രൂപയ്ക്ക് കായ്ക്കും, 1000 രൂപയ്ക്ക് കായ്ക്കും, 10000 രൂപയ്ക്ക് കായ്ക്കും. സ്തോത്രം. ഒത്തിരി കായ്കളുണ്ട്. പക്ഷേ അതൊക്കെ ഉത്തമഗീത ഭാഷയെ പറഞ്ഞ പൂ വിതർന്നു. സ്തോത്രം. പിഞ്ച് ആയി വന്നപ്പോഴത്തേക്കും വാടിപ്പോയി, ഒഴിഞ്ഞുപോയി. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആറ്റിനകത്തു നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം. പ്രാർത്ഥനയാകുന്ന ആറ്, സ്തോത്രം, ദൈവവചനമാകുന്ന ആറ്, പരിശുദ്ധാത്മാവാകുന്ന നദിക്കരികിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫലം എന്തോ ചെയ്യണം? നിലനിൽക്കണം. അപ്പൊ 3-ാമത്തെ വിഷയം ക്രിസ്തുവിൽ, വചനത്തിൽ, സ്തോത്രം, നിലനിൽക്കണം. നിലനിന്ന വ്യക്തികളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ എടുത്താൽ വെളിപ്പാട് പുസ്തകം വരെ എഴുതിയവരെ എടുത്തു നോക്കിയാൽ അവർ നിലനിന്നത് കൊണ്ടാ ഇന്ന് നമ്മളിത് വായിച്ച് ബലപ്പെടുന്നത്. സ്തോത്രം. നിലനിൽക്കണം. നമ്മളെന്ത് ഇനി കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിൽ ചെയ്യുന്ന, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും സ്വന്തം ഉള്ളവരായിരിക്കണം. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ. അപ്പൊ നമ്മൾ എന്ത് കാട്ടിക്കൂട്ടിയാലും ക്രിസ്തുവിന്റെ നാമനിമിത്തം ഇത്രയും ജനതയുടെ കൂട്ടി വരുത്തി. ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ പ്രയർ ആയിട്ടിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയായിട്ടിരിക്കും, ചിലപ്പോൾ ഒരു വൺ ഡേ സെമിനാർ ആയിട്ടിരിക്കും, ചിലപ്പോൾ ഒരു കൺവെൻഷൻ ആയിട്ടിരിക്കും, ചിലപ്പോൾ ഒരു ട്രാക്ടിവിഷൻ കൊടുക്കുന്നതായിരിക്കും, ഒരു നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ വേദപുസ്തകം വായിച്ച് സഹായിക്കാൻ കൃപയാ. ആ സിസ്റ്റർ വേദപുസ്തകം വായിച്ച് സഹായിക്കാൻ കൃപയുണ്ട്. ആ സിസ്റ്റർ ഇവിടെ ഇരുന്ന് വേദപുസ്തകം വായിക്കാൻ കൃപയുള്ള ഒരാൾ വായിക്കുന്നത് പോലെ കൃപയില്ലാത്ത വായിച്ചാൽ ശരിയാകത്തില്ല. അതൊരു കൃപ. നീ ചിലർക്ക് വന്നിരുന്ന് കേൾക്കാനുള്ള കൃപയാണെങ്കിൽ അത് മതി. സ്തോത്രം. അതേ കേൾക്കാൻ ആൾ വേണമല്ലോ, അതും ഒരു കൃപയാണ്. സ്തോത്രം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതൊന്നും കർത്താവിൽ അതുകൊണ്ടാണ് ഒരു ട്രാക്റ്റിന്റെ കഷ്ടമാ ഞാൻ ഇന്ന് മുതൽക്കാലം നിങ്ങളുടെ നടുവിൽ നിൽക്കാൻ കാരണമാണ്. സ്തോത്രം. വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചു. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ സന്തോഷം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ് 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 കവിഞ്ഞ് ഒഴുകുന്നത്, അതെ, ആരും അപകരിക്കാത്ത ഒരു സന്തോഷം എനിക്ക് പ്രാപിച്ചില്ല. വെറൊരു ട്രാക്റ്റിന്റെ കഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുമീ. ഇതാ നമ്മൾ കൂടി വരുമ്പോൾ ക്രിസ്തുവിന്റെ നാമം മഹത്വത്തിനായി. സ്തോത്രം. അങ്ങനെ സ്തോത്രം. അതെ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പിതാവ് പുത്രൻ മഹത്വമാണ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു 28 സ്റ്റേജിന് വേണ്ടി. അതിന്റെ പ്രവർത്തനങ്ങളെ അവിടെയുള്ള ദൈവദാസന്മാരെ, കർത്താവിന്റെ ദാസന്മാരെ, ഈ ദിവസങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും ഉറങ്ങാതെ മുഴങ്കാൽ മടക്കി കട്ടിൽ നരികിൽ നിന്ന് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കുവാൻ, അതേ കർത്താവ്
വിടിവിക്കപ്പെടുകയില്ല. സ്തോത്രം. നമ്മുടെ ഭാരതത്തിന് വേണ്ടി നാം നിലവിളിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാരതം വിടിവിക്കപ്പെടുവാൻ ഇടവരും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം സംസാരിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും എന്റെ സംഘടനയെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുടുംബത്തെ ഉയർത്തുവാൻ വേണ്ടിയല്ല, ഇവിടെ വിളിച്ചുകൂട്ടി പ്രിയപ്പെട്ടവരെ ഉയർത്താൻ വേണ്ടിയല്ല. ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന എന്റെ അപ്പന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടിയത് കൊണ്ടുവന്ന, കാരണം അപ്പൻ കുറിച്ച് നിർത്തിയിട്ട് ചേച്ചി ചോദിച്ചു എന്നാ കിട്ടുമെന്ന്. റോഡിലിട്ട് വലിച്ചേച്ച് ചേച്ചി ചോദിച്ചു, ഈ നസ്രാണികളുടെ കൂടെ കൂടി അതിനൊക്കെ എന്നാ കിട്ടുമെന്ന് ചോദിച്ചു. സ്വത്രം. എന്റെ ഭാഷയിൽ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച സന്തോഷത്തെ ഞാൻ പറഞ്ഞാൽ, അപ്പൻ എന്നാ കിട്ടുമെന്ന് ചോദിച്ചപ്പം എനിക്ക് പറയാനുള്ളത് മന്ന കിട്ടും. മന്ന പ്രാപിച്ചതൊന്ന് സ്തുതിച്ചേ. പഴങ്ങഞ്ഞി കുടിച്ചേച്ച് വന്നതല്ല, സ്വത്രം. ഗോതമ്പ് ദോശ തിന്നേച്ച് വന്നതല്ല, മന്ന തിന്നേച്ച്
ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ദേശങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഈ പട്ടണം ഈ ഗ്രാമത്തിലുണ്ട്. കൊള്ളിവെക്കാനും ബോംബ് വെക്കാനും കൊല നടത്താനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെ മുകളിനകത്തില്ല. ഇതൊക്കെ ജനത്തിൽ ചീർത്തിട്ട് ജനം കൊണ്ട് കാട്ടിക്കൂട്ടുന്നതാ. ആത്മാവില്ലെങ്കിൽ പിന്നെന്താ? സ്തോത്രം. ആത്മാവ് നമ്മുടെ കയ്യിലല്ലേ? സ്തോത്രം. ആത്മാവിന്റെ കയ്യിലാ. ദൈവപുത്രനെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും ഏറ്റു പറയാൻ പറ്റത്തില്ല. ദൈവപുത്രനെ യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞവരില്ല. അതുകൊണ്ട് ആത്മാവിൽ കിട്ടുമ്പോൾ ആത്മാവ് നമുക്ക് ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തും, പാപത്തെ കുറിച്ച് ബോധം വരുത്തും, നീതിയെ കുറിച്ച് ബോധം വരുത്തും. നീതി, പാപം, ന്യായവിധി ഇതിനെ ബോധ്യപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ ഈ പുസ്തകമായി നിൽക്കുന്നത്. അല്ലാതെ ഇവര് 10 ലക്ഷം തരാമെന്ന് പറഞ്ഞൊന്നും വിളിച്ചതല്ല. സ്തോത്രം. യേശുവിന്റെ ഇടയിലും പല രീതിയിലും ഒന്ന് രക്ഷിക്കപ്പെട്ടാൽ അത് ദൈവരാജ്യം. ഇറങ്ങി ഞാൻ ഈ ദേശത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മറ്റേത് MC റോഡ്, നാഷണൽ ഹൈവേ, ഏത് സ്ഥലത്ത് ഏത് സഭ പറഞ്ഞാൽ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തുന്നില്ല. അതുകൊണ്ട് ആ കണക്കൂട്ടലനുസരിച്ച് ഞാൻ ഇറങ്ങുള്ളൂ. ഇവിടെ ഞാൻ ഏകദേശം കണക്കൂട്ടി ഒന്നും തെറ്റിയൊന്നുമില്ല. നിങ്ങളുടെ വരവാ താമസിച്ചത്. ചെങ്ങന്നൂരിന് വണ്ടി വിട്ടുടനെ ഈ കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങളെല്ലാരും വരാനിരുന്നതാ. സ്തോത്രം. എന്താ മോളെ വരാൻ? കുഞ്ഞിനെ ഇന്നലെ പിശാച് തള്ളിയിട്ട് തലയെല്ലാം പൊട്ടിച്ച് അവിടെ ശരീരത്തിന് ബ്ലഡ് എല്ലാം പോയി ആകെപ്പാട് ബോധം കെട്ട് മയങ്ങി കിടക്കുന്നു. സ്തോത്രം. ഇനിയിപ്പോ കൊണ്ടുവന്നാൽ എനിക്ക് ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു വാക്ക്, ദേവദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നോട് പറഞ്ഞു, ചേച്ചി പോകുന്ന ആ സഭയിലൊന്നും പറ, സഭ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച എല്ലാത്തിനും വിടുതലാണ് അവളുടെ വിശ്വാസം. അടുത്ത അവൾ ഭയങ്കര പരിശോധനയിൽ കൂടി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഹസ്ബൻഡിന്റെ ദുബൈയിലാണ്. അവന്റെ സ്വന്തം അത്താമ്മ നഷ്ടപ്പെട്ടു പോയി. കള്ളന്മാര് വന്ന് പേഴ്സ് 3-4 പേരുടെ കയ്യിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോയി അത്താമ്മയും പോയി. അപ്പൊ അവൾ അവിടെ നിന്ന് ഉടനെ വിളിച്ചു, ചേച്ചി ഭർത്താവിന്റെ അക്കാമ നഷ്ടപ്പെട്ടു, ചേച്ചി പ്രാർത്ഥിക്കണം. ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയല്ല ഒരു വിശ്വാസത്തെ വന്നേക്കുന്നത്. കർത്താവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണമെന്നില്ല. അന്നോടുമല്ലോ ഭർത്താവ്. അതുകൊണ്ട് കുടുംബം കലക്കിയിട്ട് ഭർത്താവിന്റെ ചള്ളക്കിട്ടടിച്ച ചങ്ങാനല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവിന്റെ കീഴ്പ്പെട്ട അനുസരിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തെ അതേ സ്വന്തം ബഹുമാനിച്ചു. പിന്നെ ചില കള്ളപ്പെണ്ണുങ്ങളുണ്ട്. കള്ളപ്പെണ്ണുങ്ങൾ ഭർത്താവിനെ പഴി പറയും.
ആ പാവപ്പെട്ട മനുഷ്യൻ ഇത് അറിയുവാനുമില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നേ. ഒറ്റ കള്ളത്തിലും പറയത്തില്ല. ഇത് ഊരാൻ ഞാത്തിക്കൊണ്ട് നടക്കണം. ലൂസിഫറിന്റെ ആളാണെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി അതിന് ഈ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ച് എഴുതണം. പണം പിടിച്ചാൽ നല്ലത് നീ പൊക്കോനെ പറയത്തുള്ളൂ. സ്വന്തം ഇനി മണനേക്കാൾ എന്നെ പിടിക്കത്തില്ല. വേണ്ട സ്വന്തം ഇപ്പൊ ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്നെ അനുവദിക്കത്തില്ല. ക്രിസ്ത്യാനികളുടെ മക്കൾ എത്ര പേരാണ് പറയും? ഏവരും ഒക്കെ ഒട്ടിച്ച് ബന്ധക്കോസുകാരായിട്ട് അങ്ങോട്ട് വിടും. അവിടെ ചെല്ലുക എല്ലാം കഴിഞ്ഞു. ഞാനിത് പറയുന്നത് വിഷമിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ ദൈവം നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്. നമ്മളെ തെരഞ്ഞെടുത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. എനിക്കിങ്ങനെ ഒരിടത്ത് തന്നെ അടങ്ങി നിൽക്കാൻ പറ്റില്ല. നിങ്ങളവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. അങ്ങനെ praise the Lord. ഹല്ലേലൂയ. ഈ പ്രിയ അതേ സ്തോത്രം പൈതലിനോട് പറയാം, ഞാൻ പിന്നെ ഇറങ്ങിക്കോളാം ചേച്ചി, പോയി പഠിച്ചേച്ച് വരട്ടെ. ആ സമയം ആവുമ്പോഴത്തേക്ക് എനിക്ക് തയ്യാറാകാമല്ലോ. അടുത്തിവിടെ പറയാം, അവിടെ പ്രശ്നമായി, അവിടെ റാഗിങ് മറ്റു വിഷയങ്ങളൊക്കെ ആയാലൊക്കെ പ്രയാസം ഇങ്ങോട്ട് വന്നു. പിന്നെ പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. വളരെ പറയാം, ചേച്ചി എന്നെ അരിഞ്ഞിവിടെ ഇട്ടാലും എന്തെല്ലാം പ്രശ്നം വന്നാലും ആരെങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും ഇനി എന്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു ജീവിതം ഈ സമർപ്പണം നിനക്കുണ്ടെങ്കിൽ അടുത്തിനി 59 വയസ്സുള്ള അമ്മ പറഞ്ഞത് കേൾക്കണോ? ഞാൻ പറഞ്ഞ അമ്മ സ്നാനപ്പെടാൻ നിന്ന് വിളിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞ അമ്മേ 2-3 മാസം കഴിയട്ടെ. ഇപ്പൊ 3 മാസമായി നമ്മുടെ കൂടെ വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പരീക്ഷിക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞിട്ട് അമ്മയെ സ്നാനപ്പെടുത്താം. ഉടനെ അമ്മ എന്നോട് ചോദിക്കുക, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ നീ അതിന് ഉത്തരവാദിത്വം. നീ എന്നെ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ നീ വാങ്ങിച്ചോളാം മടി. ഓടിച്ചിട്ട് മുക്കാൻ നോക്കി പറഞ്ഞതിനെ കിട്ടത്തില്ല. സ്വന്തം ഇനി വരിക മുങ്ങാൻ. ആരാ ആരാ പിന്നെ നിങ്ങൾ ആരെ കുരുന്ന എന്റെ ആത്മാവ് യേശുവിന്റെ അടുത്ത് പോകും. സത്യമായി നിങ്ങൾ പ്രയത്നങ്ങളാകുന്ന ആ കുടുംബം പൂർണ്ണമായി വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുക. 67 വയസ്സുള്ള പിതാവ്, 57 വയസ്സുള്ള മാതാവ്, അവരുടെ മക്കൾ 9 ഒരുമിച്ച് സ്നാനപ്പെട്ടു. തോമാശ്രീയുടെ കാലത്ത് വന്നവരാരെങ്കിലും ഇറങ്ങുമോ? ആരെങ്കിലും ഇല്ലാത്തത് പള്ളിക്കകത്തുനിന്ന് നിസ്കാരപ്പായ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോയാ സ്നാനപ്പെടുന്നത്. നിങ്ങൾ വിചാരിക്കാൻ ഞാൻ കുറ്റം പറയുകയാണ്. ഈ സാധുക്കള് തോമാശ്രീയുടെ ആൾക്കാർ അവര് നല്ല മനുഷ്യരായിക്കൊണ്ടല്ലേ എന്നെ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ രക്തത്തെ സ്തോത്രം. നല്ല മനുഷ്യരാണ്. സത്യം ഓർത്ത് ഞാൻ കരയാറില്ല. ദൈവമേ, നടത്തിയവരെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, ഈ സ്തോത്രം ഈ സാക്ഷ്യത്തിലേക്ക് പോകയാ. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇങ്ങനെ എന്റെ അപ്പ എന്നെ ഖുർആനൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്ന സമയത്ത് എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. ഒരനിയത്തി, 4 ആങ്ങളമാരും. ആങ്ങളമാരെ 4 പേരെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിച്ചു. എന്നെ എന്റെ അനിയത്തിയെ വീട്ടിലിരുത്തി ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇസ്ലാമികമായ കാര്യങ്ങൾ 11. ഈ 11 കഴിയുമ്പോൾ സ്തോത്രം നമുക്ക് എത്ര താല്പര്യമുണ്ട്? സ്തോത്രം നോക്കിക്ക് ഒന്നുകൂടെ കൂടുതലാവുക. നിങ്ങൾ ചിന്തിച്ചോണം, ഒന്നും ഇല്ലാത്തപ്പോൾ നല്ല ഇതിലോട്ട് വന്നതാണ്.
ഖബറിനകത്ത് കൊണ്ടുവച്ച ഖബറിനകത്ത് മലക്കുകൾ ഇറങ്ങി വന്ന് നന്മയും തിന്മയും കുറിച്ചുള്ള 2 ലേഖനങ്ങൾ തരും. അപ്പൊ ഈ ലേഖനങ്ങൾ തരുമ്പോ നന്മ ചെയ്തവരാണെങ്കിൽ അവിടെ വെച്ചൊരു പാലമൊക്കെ ഉണ്ടാക്കുന്ന കലയൊക്കെ ഉണ്ട്. ഒരു മുടിയുടെ തേടായി കയറി അതുകൊണ്ട് ഒരു പാലം ഉണ്ടാക്കി ആ പാലത്തെ കൂടെ നടത്തി സ്വന്തം അക്കരെ പോകും. നന്മ ചെയ്തവർ ഓടി അക്കരെ കയറി, തിന്മ ചെയ്ത് നടുക്കെത്തുമ്പോൾ നരകത്തിലങ്ങ് വീഴും. ഇനി ഒത്തിരി ഉണ്ടായിട്ടിടയ്ക്ക് വിസ്തരിക്കാനൊക്കെ പോട്ടെ. ആ ഭാഗമൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കും സ്തോത്രം താമസമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ നരകം ഞാൻ ഭയപ്പെട്ടു. നമ്മളെ ബൈബിൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തം ഒത്തിരി അതേ സ്തോത്രം അനുഭവത്തോടുകൂടി ഈ നരകത്തിന്റെ ശക്തിയെ കുറിച്ച് ഖുർആനിനകത്ത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ നരകത്തിൽ പോകാൻ ഭയങ്കരമായി ഭയപ്പെട്ടു. ഇന്നും നരകത്തിൽ പോകാൻ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഞാൻ യേശുപിതാവിനോട് പ്രാർത്ഥിച്ചു. യേശുപിത സ്തോത്രം. യേശുപിത എന്ന് പറഞ്ഞാൽ അന്ന് യേശുപിത ഒന്നും വിളിച്ചില്ല. അന്നത്തെ ഭാഷയിൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ വരണം. ഇസ്ലാമായി ജനിച്ച് ഇമാമായി ഖബറക്കി ഖബറിനകത്ത് കൊണ്ടുവച്ച 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടന്നു കഴിയുമ്പോൾ മലക്കുകൾ വരും. അവിടെ വെച്ച് ന്യായവിധി തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാപം ചെയ്ത് മരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ വെച്ചൊരു മോചനമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോചനമില്ല. എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിസ്കരിച്ചും നോമ്പ് നോറ്റും സക്കാത്ത് കൊടുത്തും മറ്റു കാര്യാദികളൊക്കെ ചെയ്തും മാതാപിതാക്കളെ ബഹുമാനിച്ചും മൂത്തവരെ ബഹുമാനിച്ചും ഒക്കെ ഭക്തിയോടെ അവരുടെ ഖുർആന് വേണ്ടി ആ വിശ്വാസത്തിന് വേണ്ടി അതേ അന്ത്യം വരെ പിടിച്ചു നിന്നിട്ട് അവസാനം മരിച്ച സ്വർഗ്ഗത്തിൽ പോകും. ആ ഒരു തീഷ്ണത എന്റെ ഉള്ളിലേക്ക് കയറി. അള്ളാഹുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ നല്ല തീരുമാനമെടുത്തു. എന്റെ വാപ്പ പള്ളിയിലെ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു. വെല്ലിപ്പച്ചനാണെങ്കിൽ അതേ സ്തോത്രം അതേ ഹാജിയാറാണ്. അദ്ദേഹത്തിന്റെ അനിയനാണെങ്കിൽ അതേ വമ്പായും വലിയ പള്ളിയിൽ സിംഹാസനങ്ങളുടെ ലൂസിഫർ ഇരിക്കുന്നത് പോലെ ഇന്ന് ഇരിക്കുകയാണ് ഭരിച്ചുകൊണ്ട്. സ്തോത്രം സ്തോത്രം. അങ്ങനെ വലിയ വലിയ കുടുംബവും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിന് എനിക്കെന്നാ വേണം? എനിക്ക് വല്ല നസ്രാണികൾക്ക് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ചുരുക്കി പറഞ്ഞങ്ങ് പോകട്ടെ. സ്തോത്രം. അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്തോത്രം. എങ്ങനെ രക്ഷപ്പെട്ടു? യേശുവിന്റെ രക്തത്താൽ. സ്തോത്രം. എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം. എനിക്ക് വേറെ ചിന്തയില്ല. അപ്പോഴത്തേക്ക് എന്റെ ചിന്ത എന്റെ വാപ്പാന്റെ നിസ്കാരപ്പായിൽ ഒരു മുഖം, വീട്ടിലൊരു മുഖം, പള്ളിയിൽ ഒരു മുഖം, ബിസിനസ്സിലൊരു മുഖം. അപ്പൊ ഈ പല മുഖം എന്റെ മുമ്പിൽ വന്നു. മറ്റുമുള്ള എല്ലാവരുടെയും ജീവിതത്തിലേക്ക് എന്റെ ശ്രദ്ധ പോയി. കാരണം ക്രിസ്ത്യാനികളുമായിട്ട് വലിയ കൂട്ടില്ല, ഹിന്ദുക്കളെയും മാത്രം വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏതാണ് സത്യം, സത്യത്തിലേക്ക് നിൽക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ക്രിസ്ത്യാനി കൂട്ടുകാരി ഉണ്ടായിരുന്നു, കത്തോലിക്ക സഹോദരിയ. ഇവൾ ഒരിക്കലും നരകത്തിൽ പോകുന്ന കാര്യം ഇനി ചിന്തിക്കാൻ വയ്യ. അവളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാണ് എനിക്ക് നരകത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടിയത്. ഞാൻ ഇവളെ എങ്ങനെയെങ്കിലും മുസ്ലിം ആക്കണം, ഇവളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ഞാൻ ഇവളോട് ഖുർആനൊക്കെ പറഞ്ഞു കൊടുത്തു. കുറെ ദിവസമൊക്കെ ഇവളെ ശ്രദ്ധിച്ച് കേട്ടു. ഞങ്ങൾ തമ്മിൽ എന്തോ പറയാനാ, ചെറുപ്പക്കാരുടെ അറിയാവുന്നതൊക്കെ പറഞ്ഞു വന്നു. കാരണം അവിടെ ഒരു ദിവസം നീ പറയുന്നതൊക്കെ ശരിയാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കണം. എനിക്കിത് കേട്ടിട്ട് 2 അടി അങ്ങ് കൊടുത്തേച്ച് ഇവിടെ കൊന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട. ഇത്ര നല്ല തീഷ്ണത. പക്ഷേ അവന്റെ പുത്രനായ ക്രിസ്തു ഇത് കേട്ടപ്പോൾ എനിക്കോട് വൈരാഗ്യം തോന്നി. ഞാൻ ചോദിച്ചു, ആരുടെ പുത്രൻ? ദൈവത്തിന്റെ പുത്രനുണ്ടോ? ഒരിക്കലുമില്ല. ദൈവം എന്ന് പറയുന്നത് ഉളവാകട്ടെന്ന് പറയുമ്പോൾ ഉളവാകുന്നു, അസ്തമിക്കട്ടെന്ന് പറയുമ്പോൾ അസ്തമിക്കുന്നു. അവൻ വിവാഹിതനല്ല, അവന് മക്കളില്ല, അതേ അവന് വംശപാരമ്പര്യങ്ങളൊന്നുമില്ല, അവന് വംശാവലിയില്ല. പിന്നെ ഈ ദൈവത്തിന് എങ്ങനെ പുത്രനുണ്ടായി? പുത്രൻ ഇവക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല. അവസാനം ബാക്കി പൂരിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് അവള് കുറച്ച് ബൈബിളും കുറച്ച് രേഖയും പുസ്തകങ്ങളൊക്കെ തന്നേച്ച് പറഞ്ഞു, നീ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ പറഞ്ഞു. ഞാന് സ്തോത്രം ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിനകത്ത് കയറ്റിയാൽ എന്റെ അപ്പൻ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് വീട്ടിൽ കയറ്റാതെ മിറ്റത്ത് വെച്ച് തന്നെ അതേ തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞു. ആ കത്തിച്ചു കളഞ്ഞ സമയം മുതൽ എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്തോ ഒരു ശക്തി എന്നെ ഭരിക്കാൻ തുടങ്ങി. മറ്റൊരു ദുർശക്തിയല്ല, പരിശുദ്ധാത്മാവ്. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനെ ചുംബിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അതേ സ്വന്തം കത്തിച്ചു കളഞ്ഞപ്പോൾ എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഏതാണ് സത്യം? ക്രിസ്ത്യാനികളുടെ ദൈവമാണോ സത്യം? മുസ്ലിങ്ങളുടെ ദൈവമാണോ സത്യം? ഹിന്ദുക്കളുടെ ദൈവമാണോ സത്യം? എല്ലാം ഒരുവനാണ്. സ്തോത്രം. ഇങ്ങനെ
ഏതാണ് സത്യം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ദിവസങ്ങൾ മുൻപോട്ട് പോയി. പിന്നെ എന്റെ നിസ്കാരം കുറഞ്ഞു, ദുആ എടുക്കുന്നില്ല, യാസീൻ ഓതുന്നില്ല, ഫാത്തിഹ ഓതുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ പുറകോട്ട് നിൽക്കാൻ തുടങ്ങി. ആദ്യത്തെ ചില ദിവസങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. പിന്നെ അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഞാനിത് അവരോട് പറഞ്ഞില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞു. എന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വീടിന്റെ മുറ്റത്ത് ഇറങ്ങുന്ന സമയത്ത് ബൈബിൾ പഠനമെന്ന് പറഞ്ഞ കൊച്ചു പുസ്തകം എന്റെ വീടിന്റെ മുറ്റത്ത് കിടന്ന് എന്റെ കയ്യിൽ കിട്ടി. ഞാൻ മുൻപോട്ട് തട്ടിയിട്ട് അതേ കാലം കൊണ്ട് തട്ടിയിട്ടിട്ട് മുൻപോട്ട് നടന്നു. ഇല്ല, എന്റെ ഉള്ളിൽ പടപടാൻ ഇടിക്കുന്നത് പോലെ, എന്റെ നെഞ്ചിരിക്കുന്നത് പോലെ. എന്നിട്ട് എന്നോട് ആരോ പറയുന്നു ഈ പുസ്തകം എടുത്ത് വായിക്കാൻ. ആ പുസ്തകം എന്നെ ആകർഷിക്കാൻ കാരണം എന്നാണ് ചോദിച്ചാൽ, ഈ മുസ്ലിങ്ങളുടെയൊക്കെ പള്ളിയുടെ മുൻപിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കൂടാരം പോലൊരു സംഗതി? അതിനെ കയബ എന്ന് പറയുന്ന കയബ. ഈ കയബ പോലെ ഈ പുസ്തകത്തിന് ചുറ്റും, പക്ഷെ അത് പൂ വരച്ചതായിരുന്നു. പിന്നെ ആ പിടി കിട്ടിയത് ഈ കയബയിലായിപ്പോയി എന്റെ ആകർഷണം മുഴുവൻ. ഈ പുസ്തകത്തിന് ചുറ്റും കയബ പോലുള്ള പടം പോലെ എനിക്ക് തോന്നി. അതിനകത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഈ പുസ്തകം ഉള്ളിലിരുന്ന് പറയുന്നു എടുത്ത് വായിക്കണമെന്ന്. ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. പാവാടയെ ഒളിപ്പിച്ച് റൂമിൽ കയറി ആരും കാണാതെ വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി അതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ എങ്കിലും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ആ പുസ്തകം അടച്ചു വെച്ചിട്ട് എന്റെ കാര്യവാദികളെ ക്രമീകരിച്ച് വീണ്ടും രാത്രി ഉറങ്ങാൻ സമയത്ത് ഈ പുസ്തകം എടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. യേശുവച്ച സ്തോത്രം, ആദ്യമായിട്ട് ഞാൻ വിളിക്കുകയാണ്. അതേ ദൈവമേ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ? ഈ ദൈവം ജീവനുള്ള ദൈവമാണോ? ഇവൻ ദൈവപുത്രനാണോ? മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവമാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ അടുത്ത് വെളിപ്പെട്ടാൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും. പിന്നെ ഞാൻ ഒരു തീരുമാനം കൂടെ എടുത്തു. യേശുവച്ച അതേ സ്തോത്രം, നീ ഇന്ന് എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു പൂമാല തരാം. സ്തോത്രം, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു പൂ കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ഈ വെളുപ്പാക്കാലത്തെ കുളി കഴിഞ്ഞ് വള്ളക്കടവിൽ ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. വെളുപ്പാക്കാലത്തെ 4 മണിക്ക് എഴുതിട്ട് കുളി കഴിഞ്ഞിട്ട് പൂവൊക്കെ ചൂടി അതേ കണ്ണുമൊക്കെ എഴുതി അതിനുശേഷമേ മിറ്റമൊക്കെ തൂന്ന് വെളിയിലോട്ട് ഇറങ്ങത്തു. അപ്പൊ ഞങ്ങൾ തലേ ദിവസമേ വീടിന്റെ മുറ്റത്തൂടെ പിച്ചിയരുതേ എന്ന് വിളിച്ചോണ്ട് വരും. അതായത് മുല്ലപ്പൂവിന്റെ മൊട്ടും പിച്ചിപ്പൂവിന്റെ മൊട്ടും വിളിച്ചോണ്ട് വരും. വെള്ളമൊക്കെ കളിച്ച് 10 പൈസയ്ക്കോ 5 പൈസയ്ക്കോ ഒക്കെ ഇത് വാങ്ങിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി നനച്ച് വാഴപ്പോളയിലോ എവിടെയെങ്കിലും ഇതിനെ പാത്തു വെച്ച് വെളുപ്പിൽ എഴുന്നേറ്റ് മാല കെട്ടിച്ച് അത് ചൂടിയ പ്രഭാതത്തിൽ വീട്ടിന് വെളിയിലാണ്. അപ്പോൾ ഈ പൂ വാങ്ങിച്ച് കോർത്തു വെച്ചിട്ടുണ്ട്. യേശുവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പൂവല്ല, ഒരു പൂമാല തരാം. ഇന്ന് രാത്രി നീ എന്റെ അടുത്തുള്ള വരണമേ. സ്തോത്രം, എന്റെ പൂമാല മേടിക്കുന്നതിനേക്കാൾ എന്നെ മേടിക്കാൻ മുസ്ലിങ്ങൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്ത് കാര്യസാധ്യത്തിന് അവരൊരു നേർച്ച അതിനകത്ത് ദൈവം എങ്കിലും നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം. ഞാൻ ഓർക്കുന്നു, അമ്മച്ചി പറഞ്ഞു ആദ്യ കാലങ്ങൾ അപ്പച്ചൻ ഈ ദേശത്ത് അമ്മച്ചി അന്ന് ഉണ്ടായിട്ട് വല്ലതും കൊടുത്തു. ആരാ മുറുക്കി വിടുത്ത് ആ സ്തോത്രം, അതേ പാലിട്ട മുണ്ടും ഞൊറിഞ്ഞെടുത്ത് സ്തോത്രം ആ കരിക്കലത്തിൽ അതേ സ്തോത്രം അടുപ്പിനകത്ത് തീ കത്തിച്ച് ആ ദേവദാസന്മാർ ഇങ്ങോട്ട് വരുമ്പോ ആ കൈ ആ വെള്ളം മുണ്ടേലൊന്ന് തൂത്തേച്ച് ഓടിച്ചെന്ന് ബ്രൈസലോട് പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും ഒരു ഗ്ലാസ് കടിക്കാപ്പിയും ഒരു കോഴിമുട്ടയും കൊടുത്തത് മറന്നിടാവാ അമ്മച്ചിയുടെ
അന്ന് രാത്രി ഏകദേശം 1 മണിയായപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ റൂമിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ അറിയാത്തവന്റെ പിതാവിനെ അറിയുന്നില്ല. എന്നെ കണ്ടിരിക്കുന്നവന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചതെന്താ? സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി. സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി ഒന്ന് മാത്രം. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും വിശ്വസിക്കുന്നത് തന്റെ നിത്യജീവൻ. 17:3 പറയുന്നു, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും വിശ്വസിക്കുന്നത് തന്റെ നിത്യജീവൻ. ഹല്ലേലൂയ. ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുക, അവൻ സർവശക്തനാണ്. മുസ്ലിമിനോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞവരോട് പറയാ, സ്തോത്രം, നിങ്ങൾക്ക് ഏതൊരാണ് ദൈവങ്ങളില്ലല്ലോ. നമ്മുടെ അൽഫോൻസ അമ്മച്ചിയുടെ സ്തോത്രം എന്താ വരുന്നു പാഴിക്കലല്ല. അന്ന് ഞാനിത് പറഞ്ഞപ്പോഴാ ഇങ്ങനെ പറഞ്ഞത്. പണ്ട് ഹോസ്പിറ്റലിൽ ഇതിടയ്ക്ക് പറയുക, നിങ്ങൾക്ക് ചിലർക്ക് അത് ഇറിറ്റേഷൻ ആയി തോന്നും, എങ്കിലും ഞാൻ പറയും. എന്റെ ഇളയ മോളെ സ്തോത്രം ഉദരത്തിലായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡെലിവറിക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ വളരെ പ്രയാസത്തിൽ വേദനയിൽ കടന്നു പോകുന്നു. അപ്പോൾ ഒരു കന്യാസ്ത്രീയെ വെച്ച് എന്റെ കയ്യിൽ, കുറ്റം പറയുക, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്റെ കയ്യിൽ ഒരു അൽഫോൻസ അമ്മച്ചിയുടെ ഒരു നൊവേന കാർഡ് എടുത്തിട്ട് പറഞ്ഞു, ഇതൊരു 25 പ്രാവശ്യം പറഞ്ഞാൽ ഓപ്പറേഷൻ കൂടാതെ കാര്യം നടത്തുമെന്ന്. അപ്പൊ ഞാൻ അമ്മച്ചോട്, അതേ ഈ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, അൽഫോൻസ അമ്മച്ചി എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അയ്യോ അമ്മച്ചി 10 ഇവിടെ കാൽവരിയിൽ നൊന്ത് പ്രസവിച്ച യേശുവിനറിയാം എന്റെ സ്തോത്രം. ഒരു തീയല്ല വേണ്ടത്, ഇപ്പൊ വിശപ്പിന് ആഹാരമാ വേണ്ടത്. കേൾക്കുന്നവരോട് നീ പറ, നീ പോയി പാതയിൽ കൂടി പോയവരോട് നീ വിഷയം പറ, അവൻ നിനക്ക് നീക്കുപോക്ക് തരാൻ മതിയായി. സ്തോത്രം. അങ്ങനെ മടങ്ങി വരികയാ. സ്തോത്രം. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ച ഒരു അരുമനാഥനാണ്. അവൻ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 20:24 തോന്നുന്നു, 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, സ്വന്തം അതിനെ മേയ്പ്പാൻ ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാർ, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച്. അപ്പോ എന്നെ എങ്ങനെ സമ്പാദിച്ചതാ? രക്തം കൊടുത്ത് വീണ്ടെടുത്തതാ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തം പറയുമ്പോൾ അന്യാരാധന ശക്തികളും ദുർഭൂത വ്യാപാരങ്ങളും ദുർശക്തികളും യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ അലിഞ്ഞുമാറുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തം, വിശുദ്ധിയുടെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം, ഭാവിയില്ലാത്ത രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം, സൗഖ്യത്തിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം, വിടുതലിന്റെ
നിത്യജീവൻ ജീവിക്കുക. അതിനുശേഷം കാൽവരി ദർശനം കാണിച്ചു തന്നത്. കാൽവരി ദർശനം ഞാൻ ഈ പുസ്തകം വായിച്ച് കരഞ്ഞ് 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 ഞാനങ്ങ് വീഴുവാൻ്റെ. കരഞ്ഞത് മറ്റൊന്നിനുമല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വായിച്ച് ഞാൻ കരയാൻ തുടങ്ങി. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വായിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് എന്നെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നിലനിർത്തുന്നത്. സ്തോത്രം. ലോക സ്ഥാപനത്തിൽ നിൽക്കട്ടെ, ഞാൻ ഈ വായിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ റൂമിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്നാണ് അറിഞ്ഞുകൊള്ളുക. മക്കളെ, അതേ പിതാക്കന്മാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ, യുവജനങ്ങളെ, നമ്മുടെ ഉള്ളിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവം. അപ്പോൾ ഞാൻ അറിയാതെ മുട്ടുകുത്തി ഞാനന്ന് കരഞ്ഞു. എന്റെ എല്ലാ വിഷയത്തിലും ഞാൻ പരിഹാരം കണ്ടെത്തുന്നത് മുട്ടുമേലാണ്. എന്ത് വിഷയത്തിന് ഇനിയിപ്പോ ഞാൻ വളരെ പ്രസംഗിക്കാൻ പോവാ, കർത്താവേ അവിടെ എന്തോ പ്രസംഗിക്കണ്ടേ, മുട്ടുമേ നിൽക്കും. ബാക്കി ഞാൻ അദ്ദേഹം ചെയ്തോളൂ. കേരളത്തിന്റെ 14 ജില്ലയിൽ 13 ജില്ലയിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തു. അവിടെയെല്ലാം സഭ ഉടലെടുത്തു. ഇഷ്ടം പോലെ ആത്മാക്കളെ ദൈവം കർത്തൂർ വേലയിൽ അതേ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷകന്മാർ ഇന്നുണ്ട്. ആത്മാക്കളിൽ സ്തോത്രം ഇഷ്ടം പോലെ. ഇന്ത്യയുടെ 15 സ്റ്റേറ്റിലെ ഞാൻ പോയിട്ടുള്ളൂ. സ്തോത്രം. ബാക്കി എനിക്ക് പോകണം. സ്തോത്രം. കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ചില രാജ്യങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. സ്തോത്രം. അതെനിക്ക് വിഷയമല്ല. എനിക്ക് ഇന്ത്യ ഒന്ന് ചവിട്ടി തീർക്കണം. താവിന്റെ വരവിന് മുമ്പ്. സ്തോത്രം. അവിടെ എല്ലാം പോയതും മുട്ടുമേ നിന്നെ പോയതാണ്. കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചെന്തോ മണ്ടത്തരമായി പോയല്ലേ. 15ാമത്തെ വയസ്സിൽ ദൈവമക്കളെ ആ യൗവനം യേശുവിന് വേണ്ടി കൊടുത്തു. ലോകം ചപ്പിച്ചടച്ച് തുപ്പി കളഞ്ഞിട്ടല്ല യൗവനം യേശുവിന് ഉള്ള സത്യം ഞാൻ പറഞ്ഞാൽ, ഞാനൊരു മരത്തിന്റെ ചുവട്ടിലോ ഒരു വെയിറ്റിംഗ് ഷെഡിലോ ഉറങ്ങാൻ ദൈവം കുബേരന്മാർ പണിതിട്ടിരിക്കുന്ന തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ മട്ടുപ്പാവുകളിലാ ദൈവനെ പാർപ്പിച്ചു. ഇപ്പോഴും ദൈവം പൈതലേ, നീ ചുക്ക് വിട്ടാൽ സ്വന്തം നിനക്ക് ചുക്കല്ല തിരിച്ചു കിട്ടുന്നത്. സ്വന്തം 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 കിട്ടും.
വയ്യ, നീ ഇത് വിടണ്ട, ഇത് കെട്ടിപ്പിടിച്ചോണ്ട് ചത്തോ. അവസാനം നരകത്തിൽ ചെല്ലുമ്പോ ലൂസിഫർ ആൾക്കാർ എടുത്തിട്ട് നിന്നെ അന്ന് റംലാ തോമസിനെയോ ഇവിടെയുള്ള ഈ കവൺ പൊട്ടി കണ്ണും പൊടിഞ്ഞ ഉപദേശിമാരെ ഒന്നും വിളിച്ചാൽ കിട്ടുന്നില്ല. കവൺ പൊട്ടി കണ്ണും വേഗം പിടിച്ചിരിക്കുക. സ്തോത്രം തന്നെ സ്തോത്രം. കവൺ പൊട്ടിയൊന്നും ഇല്ല. എന്നാലും പോട്ടെ. ഒരു സഹോദരൻ എന്നോട് ചോദിക്കുക, സഹോദരി നിങ്ങൾ കഴിക്കുന്ന റേഷൻ ഏതാ? ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ കണ്ടാൽ അറിയാം. സത്യം പറഞ്ഞാൽ പലരും ബന്ധുക്കൂസിൽ യേശുവിന്റെ സ്നേഹം നോക്കിയല്ല റേഷൻ വീട്ടിൽ വരുന്നവരുണ്ട്. റേഷന് വേണ്ടി നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ ആളത്വം, നിങ്ങളുടെ തേജസ് വില കൊടുക്കണം. ചുമ്മാ കിട്ടത്തില്ല. വരട്ടെ. അന്ന് രാത്രി യേശു ഞാനുമായി ഒരു തീരുമാനത്തിലെത്തി. യേശു പോയി. പക്ഷേ പരിശുദ്ധമോ പോയില്ല. പരിശുദ്ധാത്മാവ് ഇനി പോകണമെങ്കിൽ എന്നെ കൊണ്ടേ പോകാൻ മണവാട്ടി ഒരുക്കുന്ന ജോലി ആത്മാ. ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ കാണത്തില്ല. പരിശുദ്ധാത്മാവ് ഇനി എന്നെ കൊണ്ടല്ലാതെ അങ്ങോട്ട് എന്നാൽ യേശു കേൾക്കത്തില്ല. സ്വന്തം എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? യേശുവിന്റെ രക്തം ചെയ്യാം. സ്വന്തം അവനെ അനുസരിച്ച് നിൽക്കുന്നിടത്തോളം കാലം അവൻ നമ്മളോട് പറ്റിയിരിക്കും. അവനോട് വിഘടിച്ചാൽ അത് നിങ്ങൾക്ക് നന്നല്ല. സ്വന്തം യേശുവിന്റെ രക്തം ചെയ്യും. പിന്നെ 5 ദിവസം രാത്രികാലം കൂടെ വാസ്തവമായി കർത്താവിന്റെ അരികിൽ ഇറങ്ങി വന്നു. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെ ആശ്വസിപ്പിച്ചു. വരുവാനിരിക്കുന്ന സംഭവങ്ങൾ വ്യക്തമായി അവൻ എനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് പ്രസംഗിക്കുന്നതും അന്ന് എന്റെ വീട്ടിൽ വെച്ച ദർശനത്തിൽ ദൈവം തീർന്നിട്ടില്ല. ഇനിയും വിഷയങ്ങൾ കിടക്കുന്നു. അന്ന് തന്ന ദർശനം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും കിടക്കുന്നു. സ്വന്തം 5 ദിവസം രാത്രി ഞാനും എന്റെ യേശു ഒരു സ്നേഹിതനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരപ്പനെ പോലെ, ഒരമ്മയെ പോലെ എന്റെ ആരായിത്തീരണം. അതുപോലെ യേശു എനിക്ക് ആയിത്തീർന്നു. 6ാമത്തെ ദിവസം രാത്രിയിൽ പ്രഭാതത്തിൽ കർത്താവ് ഓരോ ദിവസം ഓരോ വചനമായിട്ടാണ് വരുന്നത്. വെറുതെ വരത്തില്ല. ഒരു സ്ത്രീ തന്റെ കുതിരയെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് തന്നെ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാൽ ഞാൻ അതിനെ മറക്കുകയില്ല. 2ാമത്തെ രാത്രിയിൽ 3ാമത്തെ രാത്രിയിൽ അനേകം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എങ്കിൽ നിന്റെ പക്ഷത്ത് ഞാനുണ്ട്. വാളിന്റെ വെട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഞാൻ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇങ്ങനെ 5ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, നീ എന്നെ സത്യത്തിലും ആത്മാവിലും അറിഞ്ഞുകൂടാ. സത്യം എന്താ, ആത്മാവെന്താ? സ്തോത്രം. ദൈവസന്നിധി കൊടുത്തു. 6ാമത്തെ ദിവസം പ്രഭാതത്തിൽ യേശു എന്റെ റൂമിനകത്ത് ഇറങ്ങി വന്നിട്ട് എന്നെ ഞാൻ ഉറങ്ങിക്കിടന്ന റൂമിൽ നിന്ന് എന്നെ കട്ടിലിൽ നിന്ന് തട്ടി ഉണർത്തി വാതിൽക്കൽ കൊണ്ടൊരു ചൂണ്ടുകൈ എന്റെ മുമ്പിൽ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങി പുറപ്പെടുക, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നോട് പറഞ്ഞു. എന്താ യേശുവേ നീ പറയുന്നത്? ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല. എന്റെ വീട്ടിലെന്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റുള്ള ആളാ, ഭയങ്കര ചിട്ടയാ. ആ ചിട്ടയ്ക്കകത്ത് എന്നെ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ എങ്ങോട്ട് പോകും? എന്ത് തിന്നും? എന്തുടുക്കും? പക്ഷേ ക്രിസ്ത്യാനിയായി ഞാൻ ഇവിടെ ജീവിച്ചോളാം. നടക്കുന്ന കാര്യമല്ലേ? സ്തോത്രം. ക്രിസ്ത്യാനിയായി ഞാൻ ഇവിടെ ജീവിച്ചോളാം. ഇല്ല, കർത്താവിനോട് പറഞ്ഞു, ആകാശത്തിലെ പറവ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല, അവയെ പുലർത്തുന്നവൻ നിന്നെ നിഷ്കളങ്ക സ്നേഹത്തിൽ ഞാൻ പറയട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ശുദ്ധമായ സാക്ഷി പറയട്ടോ, നീ എന്ത് വിട്ടു അതിന്റെ 10,000 മടങ്ങ് തരുമോ നീ ദൈവം വിശ്വസിച്ചു? നീ എന്തിനാ പോകുന്നു? അവനെ ഞാൻ ആദരായി വിടത്തില്ല. അതിനുശേഷം സ്വന്തം എന്നോട് പറഞ്ഞ് പുറപ്പെടുക. 1980 മാർച്ച് മാസം 13-ാം തീയതി 5 പേര് പാവാടയും ബ്ലൗസും കൊണ്ട് തിരുവനന്തപുരം പട്ടണം ഞാൻ വിട്ടു. കൃപയാൽ അവിടെ നിന്ന് സ്വന്തം വീട്ടാൻ എന്ന് ഞാൻ താമസിക്കുന്ന അതേ സ്റ്റോപ്പിൽ 28 വർഷങ്ങൾക്ക് മുൻപ് അവിടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു.
പ്രാപിച്ചു. ദർശനത്തിൽ ഒരു മർത്തമക്കാരന്റെ വീട് ദൈവം എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോസ്തലനായ അതേ പത്രോസിന് ഒരു കൊർന്നേലിയോസിന്റെ ഭവനം ദൈവം തോൽക്കവനായ ശീമോന്റെ വീട് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ അവസ്ഥകൾ അറിയുന്നു. ഇതയോ എന്റെ അപ്പനെ കാണുന്ന വയസ്സറിയുന്ന ദൈവം എന്നെ ഇതിന്റെയും അറിയാതിരിക്കുന്ന ദൈവമല്ല. നിന്റെ ദീർഘശ്വാസത്തിന് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എല്ലാം പറഞ്ഞു അവിടെ തന്നെ ഇറക്കി. കൃപയാ ഞാൻ ആ വീട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ 3 കൊച്ചു പിഞ്ച് 3 പെൺകുഞ്ഞുങ്ങൾ. സ്വന്തം എന്റെ കൂട്ടുകാരി മുഖാന്തരമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവിടെ വന്നു അവരെന്നെ ആകപ്പാടി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഒരാഴ്ച ഇവിടെ നിൽക്കാം. അപ്പൊ എന്തിനു വേണ്ടിയാ വന്നതെന്ന് അവർക്കറിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നിലുള്ള ക്രിസ്തു അവരോട് സംസാരിച്ചു. ഇന്നും ആ വീട് എന്റെ വീട്. അവിടെ നിന്നു. അതിനുശേഷം എന്റെ അപ്പൻ വന്ന് 6 മാസം ഞാൻ അവിടെ തുടർന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അപ്പൻ വന്ന് കണ്ടുപിടിച്ചു പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. 6 മാസം ആയപ്പോഴേക്കും ഏകദേശം സ്തോത്രം അതെ നമുക്കൊരു ഉണ്ടല്ലോ മുട്ട വലിയ അല്ലെ 6 മാസമൊക്കെ അവിടെ വലിയ സ്തോത്രം. അപ്പനെ അമ്മയെ തിരിച്ചറിയാൻ സുബോധം കിട്ടി. ഒരു 3 മാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അവിടെ നിന്ന് ഏകദേശം ദൈവത്തിന്റെ കൃപയാ അത് കഴിഞ്ഞ് ആ വിശ്വാസം ഏറ്റെടുത്തു. അവിടെ വന്നു. അവരുടെ കൂടെ ഞാൻ മർത്തമായി പോകാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്തിൽ ഏകദേശം ഉറച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ വന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തടവിലാക്കി. ഇലയ്ക്കകത്ത് ചോറും ചിരട്ടക്കകത്ത് വെള്ളവും തന്ന് 3 മാസക്കാലം എന്നെ പീഡിപ്പിക്കുവാൻ ഇടയായി. എന്റെ വാപ്പ വിചാരിച്ചു കഷ്ടത കൂടുമ്പോൾ എന്റെ വീട്ടിലെ എന്റെ അപ്പന്റെ അമ്മയുടെ ഇഷ്ടപുത്രിയായിരുന്നു. കാരണം 5-6 മക്കൾ ഞങ്ങൾ ഉണ്ടെങ്കിലും എന്റെ അമ്മയുടെ അപ്പന്റെ വീട്ടിൽ ആദ്യം പെണ്ണായിട്ട് ജനിച്ചത് ഞാനാണ്. അതുകൊണ്ട് വളരെ ലാളനയിലും കൊഞ്ചിച്ച് എന്നെ വളർത്തിക്കൊണ്ടുവന്നു. എന്തിഷ്ടവും എന്റെ അപ്പൻ വിചാരിച്ചു ഞാൻ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് സമ്പത്തുണ്ടായത്. ആ രീതിയിൽ ഉള്ള മാന്യതകൾ ഇങ്ങനെയൊക്കെ എന്നെ വളർത്തി. അങ്ങനെ എനിക്ക് റംലി എന്ന പേരിട്ടത്. റംലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ ബന്ധനമൊന്നുമില്ല. സ്തോത്രം. റംലി എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധിയുള്ള പെൺകുതിര എന്ന് പറഞ്ഞാൽ ഇട്ട. സ്തോത്രം. ബൈബിൾ പരിശോധിച്ചപ്പോൾ ഉറുമ്പെന്നാണ് അർത്ഥം. കഴിച്ചടോ കൊണ്ടുപോകും. ഒന്നീ കൊല്ലണം അല്ലെങ്കിൽ കഴിച്ചടം കൈകരിക്കണം. അതേ നമ്മുടെ പേര് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ശമിച്ചിട്ടില്ലേ? എന്തിനായി കിട്ടത്? ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ട് എന്തിനായി പേരിട്ടത്? എന്റെ മോള് പറയും മൂത്ത അവളുടെ പേര് ബ്ലസ്സി, രണ്ടാമത്തെ പേര് ഗ്രേസ്. എന്തിനാ ഈ പേരിട്ടത്? യൂടി നീ അതിന് അർഹതയുള്ളത് കൊണ്ട് ആ പേരിട്ടത്. നീ ഗ്രേസ്, നീ ബ്ലസ്സിയ, അതുകൊണ്ട് ആ പേരിട്ടത്. സ്വന്തം 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 പേര് പറഞ്ഞു. അയ്യോ പറഞ്ഞു ഞാൻ ജനിച്ചതാണില്ലാതിരിക്കട്ടെ, ആ ഉദരം മച്ചിയായി പോകട്ടെ, ആ വെള്ളം കുടിക്കാതിരിക്കട്ടെ. അല്ല, നിന്നെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജനിപ്പിച്ചതിന് നന്ദി പറഞ്ഞേ, ഇതിനകത്ത് കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞേ.
സ്വന്തം ഈ സൂത്രം മനസ്സിലായപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നീ ഗെറ്റ് ഔട്ട്. എന്റെ പൈതൽ ദൈവം തന്ന ദാനമാണ്. എത്രയും പേർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ ഈ കുരുത്തങ്ങൾ ഉള്ളതിനെ കിട്ടിയതിനായി ഉള്ളതിനെ കിട്ടിയതിനായി ചക്കരക്കുട്ടന്മാർ മണി 1:30 ഇരിക്കുന്ന കണ്ടോ? സ്വന്തം യേശുവിന്റെ രക്തം ജയം. മോസിന്റെ ശീലമുള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. സ്വന്തം 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 മോസിന്റെ ഇരിക്കുന്ന സ്വന്തം 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 സ്വന്തം. അതിന്റെ ഒരു പ്രാർത്ഥനാകാരനെ കണ്ടിരിക്കും കേട്ടോ കേട്ടോ. പ്രാർത്ഥിക്കൂ, വേദോസ് വായിക്കൂ. എത്രയൊക്കെ പഠിക്കുന്നത്? 5. പ്രാർത്ഥനാകാരനാണ്. എനിക്ക് കണ്ടിട്ട് ഒരു വീട്ടിൽ ഒത്തിരി പോരുണ്ട്, ഒത്തിരി വിഷയത്തിലൊക്കെ വിടുന്നില്ല. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ആ കുടുംബം വിടുവിക്കപ്പെടും, ആ കുടുംബം നിറവിലേക്ക് വരും. ആ കുടുംബത്തിന്റെ ഇന്നത്തെ അരിഷ്ടതകൾ യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോയി തടവിലാക്കി ഇലക്കകത്ത് ചോറും ചിരട്ടക്കകത്ത് വെള്ളവും തന്നു പീഡിപ്പിച്ചപ്പോ പാപ്പ വിചാരിച്ചു ഇതെല്ലാം തള്ളി പറഞ്ഞേച്ച് സ്വന്തം കഷ്ടത കൂടുമ്പോ ഇട്ടേച്ച് എന്നെ പുറകെ പോരുമെന്ന്. സ്വന്തം കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ പരിശുദ്ധമായ ദൈവം ഞങ്ങൾക്ക് ദാനം തന്നതുകൊണ്ട് നീ പുറകോട്ട് മാറി നിൽക്കുക. ഞങ്ങൾ ക്രിസ്തുവിൽ മുൻപോട്ട് പോകട്ടെ. വീടിന്റെ സൈഡിൽ ഒരു ചാർത്തുണ്ടാക്കി ആ ചാർത്തിനകത്ത് എന്നെ പാർപ്പിച്ചു. പക്ഷെ ഇവരെല്ലാം എന്നെ വിട്ടിട്ടു, എന്റെ യേശുവിനെ വിട്ടില്ല. ആ യേശുവിന്റെ സ്നേഹം ഉത്തമഗീതം 8-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പ്രേമം മരണത്തെക്കാൾ ബലമുള്ളത്. ആ വാക്യത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവന്റെ സ്നേഹത്തിൽ ഓർമ്മിക്കാൻ ലോകത്തിന്റെ ശക്തിക്ക് സാധ്യമല്ല, രാഷ്ട്രീയ ശക്തിക്ക് സാധ്യമല്ല, ശക്തിക്ക് സാധ്യമല്ല. മന്ത്രവാദത്തിന്റെ ശക്തിക്ക് സാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അവന്റെ സ്നേഹം അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ മരണം ഒരു പ്രശ്നമല്ല, വെല്ലുവിളി ഒരു പ്രശ്നമല്ല, നിന്ദ ഒരു പ്രശ്നമല്ല, ഭാവി ഒരു പ്രശ്നമല്ല, പട്ടിണി ഒരു പ്രശ്നമല്ല, ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല, ആക്ഷേപം ഒരു പ്രശ്നമല്ല. യേശുവിന്റെ രക്തം ജയം. അകത്തോട്ട് പരിശുദ്ധമ പറയാൻ തുടങ്ങി, നിന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നെയാണ്, നിന്നെ ക്രൂശിക്കുന്നത് എന്നെയാണ്, നീ നിന്ദിക്കപ്പെടുന്നത് ഞാനാണ്, നീ വിശക്കുന്നത് എനിക്കാണ്. ഇലക്കകത്ത് ചോറും ചിരട്ടക്കകത്ത് വെള്ളവും വന്ന് 3 മാസം എന്നെ അതിനകത്ത് പാർപ്പിച്ചു. സ്തോത്രം. ചിരട്ട കണ്ട പിന്മാറി പോകുന്ന അതേ സ്നേഹമല്ല അകത്ത് വന്നത്, സ്വർണം കട്ട. സ്തോത്രം സ്തോത്രം. പൊന്നിലും അതേ സ്തോത്ര തങ്കത്തിലും നിക്ഷേപം അകത്ത് കിട്ടിയത് കൊണ്ട് അകത്തിരിക്കുന്ന ഓർക്കുമ്പോൾ ചിരട്ടയല്ല ഇഴയല്ല വിഷയം. 3 മാസം കഴിയുമ്പോൾ വാപ്പ വിചാരിച്ചു ഇനി ഇവിടെ മുസ്ലിമിന്റെ കൂടെ കെട്ടിച്ചു വിടാം. സ്വന്തം അങ്ങനെയുള്ള കാര്യാദികളൊക്കെ ക്രമീകരിച്ച് അതേ മുസ്ലിമിന്റെ കൂടെ കെട്ടിച്ചു വിടാൻ പ്ലാൻ ചെയ്തപ്പോൾ യേശുവിനോടൊക്കെ കാര്യം പറഞ്ഞു, കർത്താവേ നീ എന്നോട് പറഞ്ഞതല്ലേ, സ്തോത്രം, നീ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, നീ എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. പക്ഷേ ഞാൻ പുറപ്പെട്ടു, വീട് എന്റെ അപ്പന്റെ കയ്യിൽ ഞാൻ അകപ്പെട്ടു, ഇവിടെ ഞാൻ താമസിക്കുന്നു. ഇപ്പോൾ എന്റെ വാപ്പ എന്നെ മുസ്ലിമിന്റെ കൂടെ കെട്ടിച്ചു വിടും. പക്ഷേ എനിക്ക് സ്തോത്രം ഞാൻ മുസ്ലിമിന്റെ കൂടെ പോയി ജീവിച്ച് അവസാനം ഞാൻ നരകത്തിൽ പോകാം.
എനിക്ക് നീ രക്ഷപ്പെടാൻ സാധ്യമല്ല. കർത്താവിനോട് പറഞ്ഞു. വീണ്ടും യേശുജനോട് പറഞ്ഞു തനിക്കളാൻ പറഞ്ഞു. ഹോട്ടലായതുകൊണ്ട് ഹോട്ടലിന്റെ സൈഡിൽ ഞങ്ങളുടെ വീടിന്റെ പ്രവേശം ഈ റോഡിനോട് ചേർന്ന ട്രാൻസ്പോർട്ട് ബസ് കൊണ്ടുവന്ന് നിർത്തുന്നത് കിണറ്റിന്റെ കരയില്ല. എനിക്ക് വീട്ടിൽ തന്ന ജോലി കടയിൽ പരിപ്പരയ്ക്കാനും വെള്ളം കോരാനും എച്ചിൽ പാത്രം കഴുകാനും ഇന്നവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ജോലി എനിക്ക് പ്രൊമോഷൻ കിട്ടി. ക്രിസ്തുവിൽ സമ്പന്നയായതുകൊണ്ട് യേശുവിന്റെ രക്തം പരിപ്പരയ്ക്കാനും വെള്ളം കോരാനും എച്ചിൽ പാത്രം കഴുകാനും എന്റെ വീട്ടിൽ എന്നെ ആക്കി. മനസ്സോടെയല്ല, ക്രിസ്തുവിന്റെ നാമനിമിത്തം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മനസ്സോടെയല്ലോ അവൻ മനുഷ്യന്മാരെ ദുഃഖിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പൈതലെ സ്തോത്രം അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ പള്ളി പറഞ്ഞില്ല. രാത്രിയാകുമ്പോൾ യേശു അടുത്ത് വരും, ഞാൻ യേശു സംസാരിക്കും, പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ മുൻപോട്ട് പോയി. അതേ സ്തോത്രം 90 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിന്റെ പുറപ്പാടിന്റെ സമയം ആയി. ദൈവത്തിനെ എന്നും നീ അടയ്ക്കപ്പെട്ടിരിക്കുന്നില്ല. ഒരിക്കൽ നിനക്കൊരു പുറപ്പാടിന്റെ സമയം. എന്നും നീ ഊഴിയവേല ആയിരിക്കത്തില്ല. എന്നും പരസ്യ നിമിത്തം നീ പീഡിപ്പിക്കപ്പെടുകയില്ല. നിനക്കൊരു മോചനമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു രക്ഷയുണ്ട്, നിനക്കൊരു ശുദ്ധീകരണമുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്. പക്ഷേ യാത്രക്കാരാ, നീ കോപ്പുകൂട്ട നീ കോപ്പുകൂട്ട നീ കോപ്പുകൂട്ടിക്കോ. പകലുള്ള സമയത്ത് യാത്ര കോപ്പുകൂട്ടി നീ യാത്ര കഴിക്കോ. മനുഷ്യപുത്രൻ കണ്ട് പകൽ സമയത്ത് നീ പുറപ്പെടുക. വെള്ളം കോരാൻ കിണറ്റിന്റെ അവിടെ കുളവുമായി വന്നു. വന്നപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ആളെ കയറ്റി ആളെ ഇറക്കുകയും ചെയ്തില്ല. ചാടിക്കയറി ഞൊളഞ്ഞ് അതിനകത്തോട്ട് കയറി. ഇന്ന് വരെ കണ്ടക്ടർ പൈസ ചോദിച്ചില്ല. സത്യം. സ്തോത്രം. അതിനകത്ത് കയറി ഇറങ്ങി. സ്തോത്രം. ബാപ്പ അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം ബാപ്പായ്ക്ക് മനസ്സിലായി കള്ളപ്പുള്ളി അവിടെ തന്നെയുണ്ട്, വേറെ വെള്ളത്തിലില്ല. അവിടെ ഞാൻ ആദ്യം വന്ന് താമസ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കോട്ടയത്തുള്ള PM പൊപ്പച്ചന്റെ അടുത്ത് IPC ചർച്ചിന്റെ അടുത്തൊരു വീട്ടിലേക്ക് എന്നെ ഈ വീട്ടുകാർ രാത്രി തന്നെ മാറ്റി. ആ രാത്രിയിൽ അവിടെ ഞാൻ താമസിച്ചു. 82 അതേ സ്വന്തം ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് വെള്ളത്തിനാ സ്നാനമേൽക്കാൻ നീ പരിശുദ്ധനാണെന്ന് പറയാതെ നീ എന്റെ സന്നിധി നിലനിൽക്കില്ല. പെന്തക്കോസ്തുകാരുടെ 2 കാര്യം ഞാൻ വെറുത്തു. ഒന്നവരുടെ അന്യഭാഷ, രണ്ടവരുടെ ആത്മാവൊഴിയുള്ള ജീവിതം. ഇത് 2 എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിനെ വെറുത്തു. ഞാൻ യേശുക്രിസ്തുവിനോട് അഡ്വാൻസ് ആയി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ എന്നെ പെന്തക്കോസ്തി വിടരുത്. നമ്മൾ ചിലടത്ത് സുവിശേഷം പറയുമ്പോൾ പെന്തക്കോസ്തി വരുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വരത്തൊന്നുമില്ല. ആര് പറഞ്ഞു നീ പറഞ്ഞു ഇവിടെ ഉള്ളി കച്ചവടം ചെയ്യാം, ഇവിടെ ഉള്ളതിനായി നടത്തിയിട്ടില്ല. പിന്നെ നിത്യജീവൻ വേണമെങ്കിൽ വന്നാൽ മതി. സ്വന്തം 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 ഞാനും അതുപോലെ പറഞ്ഞു. ഇവരുടെ ഈ കഴിവിനെ എനിക്ക് ഇഷ്ടമല്ല. ഇവരുടെ യാതൊരു താരിയും മറിച്ച് കഴുത്തും മറിച്ച് സ്വന്തം ഞാൻ പോകത്തില്ല. കർത്താവ് കേട്ടു. 2 വർഷം സത്യം ഞാൻ പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് എന്റെ അടുത്ത് ഇതുപോലെ ഊരാൻ പറഞ്ഞത് ഇന്നും കഴിച്ചില്ല. അതിനാ ഹോശേഅ-പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. അതേസമയം 2 ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. കഴിഞ്ഞ ദിവസം സുനിൽ എന്ന് പറഞ്ഞൊരു സഹോദരൻ സ്തോത്രം ഞങ്ങൾ പെന്തക്കോസ്തിലും വരത്തില്ല, ഞങ്ങൾ ഈ കൂട്ടത്തിൽ വരത്തില്ല. ഞങ്ങൾ വേണ്ട മോനെ ഇനി എന്തിനാ മൊട്ടയ്ക്ക് കൂടെ നിന്നെ ആവശ്യമില്ല. മോനെ ഞാൻ വിളിക്കാം. പക്ഷെ ആ ആഴ്ച കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച പ്രയം വന്നപ്പോൾ വയറ്റിൽ ഒരു അൾസറിന്റെ രോഗം വർഷങ്ങളായിട്ട് കിടക്കുക. ഒത്തിരി ചികിത്സിച്ചു. ഏതാണ്ടല്ല മരുന്നൊക്കെ ഒരു സൗകര്യം. 2ാമത്തെ പ്രാവശ്യമാണ്
എന്നോട് ദൈവം പ്രാർത്ഥിച്ചു വെള്ളം കൊടുക്കാം, പ്രാർത്ഥിച്ചു വെള്ളം കൊടുക്കാം. നീ ഇങ്ങനെ സാധിക്കേ സ്വന്തം എന്തിനാണ് സാധ്യത? പ്രാർത്ഥിച്ചു, ബൈബിൾ കൊടുത്തു. നീ പെന്തക്കോസ്തിന് വരണ്ട, നീ ആവണോ വരണ്ട, ഈ കൂട്ടത്തിൽ വരികയും വേണ്ട. ഞാൻ ഒരു കാര്യത്തിനോട് പറഞ്ഞു, അമ്മാമ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എന്നാലേ എനിക്കൊരു യേശുണ്ട്, ഈ പുള്ളി ഇതിന്റെ അകത്തോട്ടൊന്ന് ഇരുത്താമോ? പിന്നെന്താ ഒരു പ്രയാസം എടുക്കും. സൂത്രത്തിൽ യേശുവിനെ അകത്തിരിച്ചു. യേശു അകത്ത് കയറി. വെള്ളിയാഴ്ച ഞായറാഴ്ച പുള്ളി മസ്കറ്റിൽ പറ്റി. ഇന്നലെ രാത്രി 10:30 ആയപ്പോ എന്നെ വിളിച്ചു പറയാം, അമ്മാമേ ഞങ്ങൾ ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ ആരാധിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ വിളിച്ച് അറിയുന്ന പോലും ആവിട്ടങ്ങ് അറിയുക. എന്നിട്ട് അതിന്റെ തലേ ദിവസം ഭാര്യയോട് പറഞ്ഞിരിക്കുക, അമ്മാമയോട് വിളിച്ചു പോകാൻ മസ്കറ്റിൽ ആ പാസ്റ്റർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന്. നീ വരണ്ടേ? നീ വരണ്ട. അകത്തോട്ട് ഇരുത്തേണ്ടവൻ നീ ഒന്ന് ഇരുത്താമോ? അവൻ കേറാത്തതിന്റെ കുഴപ്പമോ നിന്റെ സകല താഴപ്പിഴയും. അപ്പൊ ഈ നീലസാരി അമ്മാമ വിചാരിക്കാം, അയ്യോ അകത്തോട്ടൊക്കെ കേട്ടിട്ടും ഒത്തിരി കുഴപ്പമുണ്ടല്ലോ. നിങ്ങൾ കണ്ണാടി ഒത്തിരി കുഴപ്പമുണ്ടോ? ഒത്തിരി കുഴപ്പമുണ്ടോ? എനിക്കറിയാമല്ലോ, ആത്മാവ് അറിയുമല്ലോ. ഇങ്ങനെ വിശ്വാസം വേണ്ടുന്നത് പോലെ പോരാടി ജയിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം, ഉൾവസിച്ച് ജയമെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാം ആകെപ്പാടെ കുഴഞ്ഞു കിടക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. ഞാൻ ഇത്ര സമയം പ്രാർത്ഥിച്ചോളാം. എനിക്ക് വേറെ ഒന്നിനും വയ്യ. ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ല, രക്ഷിച്ചാലും രക്ഷിച്ചില്ല. ഇതോ ഞാൻ എന്നെ തരുന്നു. വിടുവിക്കുന്ന ദൂതൻ പുറപ്പെട്ടു കഴിഞ്ഞു. വീട്ടിൽ വന്നു. 82 കർത്താവിനോട് സംസാരിച്ചു, നീ വെള്ളത്തിനാ സ്നാനം എടുക്കാതെ. അപ്പോ അന്ന് സ്നാനപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരുടെ പുറകെ നടക്കുക. ആരെങ്കിലും എന്നെ സ്നാനപ്പെടുത്തും. ഇന്ന് ഓടിച്ചിട്ട് മുക്കാൻ നടന്നതിനെ വിടാൻ അന്ന് എന്നെ മുക്കണേ പറഞ്ഞു. ആരും മുക്കത്തില്ല. ഏതായാലും സ്വന്തം അവിടെ നിന്നു. ദൈവം കൃപയാൽ പറയട്ടെ, 72 ജൂൺ 23 ഗർജിക്കുന്ന ഒരു സിംഹത്തെ പോലെ യഹൂദഗോത്രത്തിലെ സിംഹം രാത്രിയിൽ എന്റെ റൂമിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, വെള്ളത്തിനാ സ്നാനമേൽക്കാതെ പരിശുദ്ധത്തോട് യാതൊരാതെ നീ എന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. നിന്നെ എന്റെ കരങ്ങൾ ഏൽപ്പിച്ചു തരിക. എന്റെ മാനപാത്രമായി ഞാൻ നിന്നെ ഉപയോഗിക്കും. രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസം പലരെ സമീപിച്ചു കിട്ടിയില്ല. പാപ്പച്ചനൊക്കെ ചെന്ന് പറഞ്ഞു. അന്ന് പാപ്പച്ചൻ പാസ്റ്റർ അവിടെ സ്തോത്രം. ഞാൻ തൊഴിക്കോട് വന്നപ്പോ പാപ്പച്ചൻ പാസ്റ്ററെ ഞാനൊന്ന് കണ്ടു. പെരുന്നാളെ അറിയത്തില്ല. സ്തോത്രം. ആ സഭയിൽ പാസ്റ്ററായിട്ടിരിക്കുന്നത് കർത്താവ് അനുവദിച്ചാൽ ജനുവരിയിൽ എന്നെ ആ സഭയിൽ ഒരു കൺവെൻഷൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ പാപ്പച്ചൻ പാസ്റ്റർ അവിടെ ഇരിക്കുന്ന സമയത്ത് പാപ്പച്ചൻ ഞങ്ങൾ 17 പേര് ആ ശാലയും ബൈബിൾ കോളേജിനകത്തെ ടാങ്കിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെ സ്നാനപ്പെടുത്തി. ഞാൻ ടാങ്കിന്റെ കരയിൽ കയറി വന്നപ്പോൾ കൂശിയെ ഞാൻ അവിടെ കുഴിച്ചിട്ടു. പുള്ളിപ്പുരിയെ ഞാൻ അവിടെ അടക്കി. യേശുവിന്റെ നാമത്തിൽ കൂശി വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൂശ പാരമ്പര്യം, പുള്ളിപ്പുരി പാരമ്പര്യം, ഓ പെന്തക്കോസ്തുകാരുടെ പാരമ്പര്യം ഉടയട്ടെ. യേശുവിന്റെ നാമത്തിൽ കൂശിയെ അവിടെ അടക്കിയപ്പോ പുള്ളിപ്പുരിയെ കൊണ്ട് പിന്നെ പൊങ്ങി വന്നില്ല. അമ്മതി അവിടെ അടക്കി വെച്ചോ.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധ അഭിഷേകം കളിച്ചിട്ട് ഇതൊക്കെ ഊരാതെ വെച്ച് ഒന്ന് വന്നാലുണ്ടല്ലോ ഞാൻ പിടിച്ചോർത്താത്ത എന്നാന്നറിയാമോ? എന്നോട് കർത്താവല്ല ഊരാൻ ഇവരോട് അല്ല ഇട്ടോളാനും പറഞ്ഞു. അവിടെ ഇരിക്കുന്നാണോ വിചാരിക്കുന്നത്? ചെങ്കുടി പിടിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ആദ്യം ഞാനായിരിക്കും. പോയ ഒരു കവർന്നു യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നഷ്ടമല്ല. ഇത്രയും തറപ്പിച്ച് എന്നെ പറയാൻ വിളിച്ചതാ. ഞാനത് വന്നില്ലെങ്കിൽ എനിക്ക് ചെവിക്കല്ലിന് അടികൊള്ളും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. എന്നിട്ടാ സ്തോത്രം ഉരാൻ പോയി സാധിച്ചു. അപ്പൊ ഞാൻ എന്നായിരുന്നു വീട്ടിൽ വന്നു, വേദപുസ്തകം തുറന്നു. അങ്ങനെ ഒരു വാക്യം ബൈബിൾ ഉണ്ടെങ്കിൽ കിട്ടണം. സ്തോത്രം. ഏകദേശം ഞാനിങ്ങനെ അതെ പകുതി കണ്ണടച്ച് പകുതി കണ്ണ് തുറന്നു വെച്ചോണ്ട് ഒരു സൈഡ് അങ്ങ് തുറക്കാം എന്ന് വിചാരിച്ച് തുറന്നപ്പോ 2 പത്രോസ് 22 അത് 2 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം. ദൈവത്തെ ഇരുട്ട് കൊണ്ട് ഓട്ടയിലാക്കാൻ നോക്കി. സ്വന്തമായെന്നും കുളിച്ചിട്ട് തെളിയിക്കുന്നത്. അടുത്ത സങ്കീർത്തനം ഏകദേശം എല്ലാം കാണാതെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ സങ്കീർത്തനം ഇനി തുറക്കാം എന്ന് വിചാരിച്ച് കണ്ണ് പകുതി അടച്ച് പകുതി തുറന്നു വെച്ചുകൊണ്ട് നടുക്ക് തുറന്നപ്പോ സദൃശമാക്കി 26-11 മൂടം തന്നെ മോക്ഷത്വം ആവർത്തിക്കുന്നതും നായ ഛർദിയിലേക്ക് തിരിയുന്നതും ഒരുപോലെ. ഖുർആനിനകത്ത് വെറുക്കപ്പെട്ട 2 ജീവികളാ പട്ടിയും പന്നിയും. സ്തോത്രം. ശപിക്കപ്പെട്ടവരെ ഉപേക്ഷിച്ചത് തിരിച്ചെടുത്താൽ ഈ ശപിക്കപ്പെട്ട മൃഗത്തോടാണ് ദൈവം നമ്മളെ ഉപമിക്കുന്നത്. അതിന് തുല്യരാകരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ട ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതിനുശേഷം അത് പിന്നെ എടുത്തിട്ടില്ല. ഉപദേശം കൊടുത്ത് രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ തറപ്പിച്ചു ഉറപ്പിച്ചു പറഞ്ഞ് ആവശ്യമുള്ള മുങ്ങിയാ മതിയെന്നേ. മുങ്ങിയിട്ടിരിക്കാൻ അവിടെ കാര്യം. സ്തോത്രം. ചന്ദ്രനാരാണ്ട് വസ്തു വാങ്ങിച്ച് കരാർ എഴുതിയെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഞാൻ എഴുതി ഇട്ടിരിക്കുക. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ യേശുവിന്റെ രക്തം ജയം 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 ജയം. അങ്ങനെ സ്തോത്രം. അങ്ങനെ വേർപാട് പരിശുദ്ധമാകുന്നു. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ദൈവമക്കളെ, ഈ പാരമ്പര്യമുണ്ട്. പെന്തക്കോസ്ത് ഞങ്ങളുടെ നാട്ടില്, ഇവിടുത്തെ അറിഞ്ഞുകൂടാ, നാട്ടില് പെന്തക്കോസ്തി വന്നിട്ട് 40 വർഷം 50 വർഷം 85 വർഷം 90 വർഷം ആയവരൊക്കെ ഉണ്ട്. സ്തോത്രം. ഇവരുണ്ടല്ലോ ഇപ്പോഴും പാരമ്പര്യം വിട്ടിട്ടില്ല. തിനാനായി എന്ന് പറഞ്ഞൊരു തിനാനാക്കാരെ കൊണ്ടേ കട്ടത്തുള്ളൂ. സ്തോത്രം 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 സ്തോത്രം. പിന്നെ ഗോൾഡൻ ജൂബിലി, വെള്ളി ജൂബിലി, ഇരുമ്പ് ജൂബിലി, മണ്ണാങ്കട്ട ജൂബിലി, ജൂബിലി. പണ്ടത്തെ പിതാക്കന്മാർ എത്ര ആഘോഷിച്ചു ജൂബിലി. യേശുവിന്റെ രക്തം ജയം. സ്വന്തം ജൂബിലി ആഘോഷിച്ചിട്ട് പാവപ്പെട്ട പെൺപിള്ളാരെ കെട്ടിച്ചു വിടാനോ ഓരോരുത്തരും നിവൃത്തിയില്ലാത്തൊരു വീട് ഓരോരുത്തരാണ് നീ പഠിക്കുക. നിന്റെ പ്രതാപം വെളിപ്പെടുത്താനല്ല ദൈവം നോക്കുന്നത്. അടുത്ത് കാണിക്കുന്ന ഒരു ബർത്ത്ഡേ ആഘോഷം. പെന്തക്കോസ്തിന്റെ ബർത്ത്ഡേ ആഘോഷം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരുത്തന്റെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ അപ്പക്കാരന്റെ തല പോയി. പുതിയ നിയമത്തിൽ ഒരുത്തന്റെ ബർത്ത്ഡേ
കൊണ്ട് കുഴിച്ചിടണം. പിന്നെ കൂശ്യരായിട്ടല്ല വരുന്നത്. ബർത്ത്ഡേ ആഘോഷം, വെഡിങ് ആനിവേഴ്സറി ആഘോഷം, മണ്ണാങ്കട്ട, യേശുവിന്റെ രക്തം ചെയ്യാം, സ്വതം 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 സ്വതം. ഈ പാല് കാച്ചൽ, സ്വതം പാല് കാച്ചൽ വീട് വെച്ചിട്ട് ദൈവത്തിൽ ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ ചടങ്ങായിട്ട് ചെയ്യാതെ വചനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകണം. വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല പാല് കാച്ചി ആ പാല് കൊണ്ടുവന്ന് എല്ലാവരെയും കുടിപ്പിക്കണമെന്ന്. വായിച്ചിട്ടുണ്ട്. അവർ മോശ പ്രമാണം വാങ്ങിച്ച് താഴെ വന്നപ്പോ കാളക്കുട്ടി ഉണ്ടാക്കി നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെല്ലാം കൂടെ പൊടിച്ച് കലയിട്ട് ആരച്ച് വരെ കുടിപ്പിച്ചു. അങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് പാലിനകത്താണോ വാചകത്തിനകത്താണോ എന്ന് എനിക്കറിയത്തില്ല. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഇവിടെ പാല് കാച്ചി കഴിഞ്ഞു. പിന്നെ അതിനകത്ത് കാച്ചിയ പാല് കൊണ്ടുവന്നൊരു പേട്ട കപ്പിനകത്ത് ഒഴിച്ച് അത് കൊണ്ടുവരുന്നത് എല്ലാവരുടെയും മുന്നിൽ കൂടെ വീശി. പിന്നെ ഒരു വാസപ്രാർത്ഥന വെക്കും. വാസപ്രാർത്ഥന എന്തെങ്കിലും ഓരോ കെട്ട് പാളയത്തോളം പഴവും വാങ്ങിക്കും. ഒരു വല്ലംകൊട്ട നിറച്ച് 50 പൈസയുടെ ബണ്ണും മേടിക്കും. 100 മിച്ചറും മേടിക്കും. ഒരു ചെവിത്തോണ്ടി പോലെ 2 പൂണും അതിനകത്തിടും. മരണ പാത്രത്തിലല്ല. എല്ലാവർക്കും മണപ്പിച്ചേച്ച് കിട്ടി പോകാന്നുള്ളതല്ലാതെ തിന്നാൻ കൊടുക്കത്തില്ല. സ്തോത്രം. യേശുവിന്റെ രക്തം കേൾക്കും. അടിക്കാൻ പരുവത്തിനെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അല്ല സാധാരണ വെച്ച് അപ്പച്ചനെ എടുത്ത് നോക്കിക്കേ. സ്തോത്രം. 3 പേര് ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് കയറി 3 ഇടപെടി മാവെടുത്ത് അമ്മച്ചോടെ 3 ഇടപെടി കുറച്ച് 3 ഇടപെടി കറക്റ്റ് 3 പേര് 3 ഇടപെടിക്ക് ഓരോപ്പം. അത് പിന്നെ നെയ്യ് കട്ടേ സ്തോത്രം തൈരും തേരും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സ്തോത്രം. എന്നിട്ട് പറയുക ഇറച്ചിക്കറി എങ്ങനെ